ബിഗ് ബോസിലൂടെ സുഹൃത്തുക്കളായ ജാസ്മിനും ഗബ്രിയും പുറത്തു വന്നതിന് ശേഷം നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുകയാണ്. ഷോയിൽ വെച്ച് താരങ്ങൾക്ക് വിമർശനമാണ് ലഭിച്ചിരുന്നെങ്കിൽ പുറത്തു വന്നതിന് ശേഷം ആനുകൂല്യമായ സമീപനമാണ് ലഭിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും മാറി കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ. എല്ലാ പിന്തുണയും നൽകി ഗബ്രിയും കൂടെ തന്നെയുണ്ട്. ബിഗ് ബോസിൽ ആയിരിക്കുമ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോവുകയാണ് ഇരുവരും. ഈ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിത് ആരാധകരിൽ നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇരുവരും എത്തിയിരിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കമന്റുകൾ പറയുന്ന നിരവധി ആളുകൾ ഉണ്ട്. ചിലർ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു എന്നും അടുത്ത സുഹൃത്താണ്, ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റുമായി എത്തുന്നത്. സത്യത്തിൽ അവർക്ക് ഞങ്ങളുമായി യാതൊരു പരിചയവുമില്ല. ജാസ്മിനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്നാണ് അവർ പറയുന്നത്. ഗബ്രിയുടെ വീട്ടുകാർ ജാസ്മിനെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുമെന്നും അതിന് ഗുണ്ടകളെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതിലൊന്നും ഒരു കാര്യവുമില്ല. ജാസ്മിന്റെ മാതാപിതാക്കൾ വളരെ സാധാരണക്കാരാണ്. ഗബ്രി ജാസ്മിനെ ചതിക്കും, അവളെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ അവരെല്ലാവരും പറഞ്ഞപ്പോൾ അവർക്കും സത്യം ഒന്നും അറിയില്ലായിരുന്നു. ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഗബ്രി ഫോട്ടോയും മാലയുമൊക്കെ എടുത്തുകൊണ്ട് പോയതും ഉള്ളിൽ പേടിയുള്ളത് മാത്രമാണ്. താൻ പുറത്തിറങ്ങി അവരോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടതെന്നും ജാസ്മിൻ പറയുന്നു. സെൽഫ് റെസ്റ്റ് കൊടുക്കുമെന്നായിരുന്നു തീരുമാനം. താൻ ജീവിതത്തിൽ എത്തുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. സൗഹൃദത്തിൽ എന്ത് വിട്ടുവീഴ്ചയും തയ്യാറായിട്ടുള്ള ആളാണ് ഞാൻ. എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാനത് ക്ഷമിക്കും. പിന്നെയും അവരോട് ഞാനത് തന്നെ ചെയ്യും. ഞാൻ വീണ്ടും അത് മറന്നിട്ട് പ്രവർത്തിക്കും. ഇതോടെ എൻ്റെ അടുത്ത് എന്ത് ചെയ്താലും ഞാനത് കാര്യമില്ലാക്കിയെന്ന് അവർ കരുതും. ഇപ്പോൾ അതിനൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ടായിട്ടും ജാസ്മിൻ പറയുന്നു. ഗബ്രിയും ഞാനും ബിഗ് ബോസിൽ വെച്ച് യാത്ര പോകുമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അത് സാധ്യമാക്കി. മേഘാലയയിലേക്കുള്ള യാത്ര വളരെ അനുഭവം തന്നെയായിരുന്നു. അത് ഷോയിൽ വെച്ച് എവിടെ പോകണമെന്ന് പറഞ്ഞവരെ പിന്നീടും കണ്ടിട്ടേയില്ലെന്ന് താരങ്ങൾ പറയുന്നു.